ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ കടലപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗവരിയും, പിന്നെ ഞാൻ 1/2 കിലോ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചുക്കും ഏലയ്ക്ക ലാസ്റ്റ് പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ കടലപ്പരിപ്പ് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടാണ് പായസത്തിൽ ചേർക്കുന്നത്. ഇനി ആ ചൂടായി വന്ന കുക്കറിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് ഈ നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഈ കടലപ്പരിപ്പ് ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാവരും ഇങ്ങനെ കുക്കറിലിട്ട് വേവിച്ചിട്ടാണോ പായസത്തിൽ ചേർക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനിതൊരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് വെള്ളത്തിന് പകരം തേങ്ങയുടെ 3-ാം പാലാണ് ഞാൻ വേവിക്കാനായിട്ട് ചേർക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെക്കണം. ഒരു 2-3 വിസിൽ കഴിയുമ്പോഴത്തേനും ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. ചിലർക്ക് ഈ കടല നന്നായിട്ട് വെന്തുടഞ്ഞ് പായസത്തിൽ ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഇഷ്ടം. ചിലർക്ക് ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞു പോവാതെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനായിട്ട് ചില പീസുകളായിട്ട് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും ഇഷ്ടം. ഞാനും ആ ഒരു പരുവത്തിനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ശർക്കര അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആ ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പരിപ്പ് ഞാൻ മൊത്തത്തിലായിട്ട് ചേർക്കത്തില്ല, കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പായസത്തിന് കുറച്ചും കൂടെ കട്ടി വരാൻ വേണ്ടിയിട്ട്. കട്ടി മാത്രമല്ല, നല്ല ടേസ്റ്റും കൂടി ആയിരിക്കും. എന്നിട്ട് ആ അടിച്ചെടുത്ത കടലപ്പരിപ്പും ബാക്കി ശർക്കര എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഈ ശർക്കര വെള്ളത്തിൽ കിടന്ന് ആ കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് ആ മധുരം അതിനകത്ത് പിടിക്കണം. ഈ ശർക്കര വെള്ളത്തിൽ കിടന്ന് ആ പരിപ്പ് നന്നായിട്ട് കുറുകി വരണം. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കും. എന്നിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗവരിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൂടെ കിടന്ന് ആ ശർക്കര അതിനകത്ത് ഈ ചൗവരിക്കകത്തും പരിപ്പിനകത്തും നന്നായിട്ട് പിടിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടിയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1/2 കിലോ കടലയ്ക്ക് 1/2 കിലോ ശർക്കര എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനൊരു കുറുകിയ ഒരു സ്റ്റേജിൽ എത്തുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ ഒരു കുറുകിയ സ്റ്റേജ് എത്തുമ്പം നമ്മൾ തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കും. അപ്പോഴത്തേനും നല്ല രീതിയിൽ മധുരമൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഈ തേങ്ങയുടെ 2-ാം പാലിൽ കിടന്ന് അത് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാനുണ്ട്. 2-ാം പാല് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മളൊരു 500 ml പശുവിൻ പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പശുവിൻ പാല് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, തേങ്ങാപ്പാൽ തന്നെ മതി. പക്ഷേ ഞാനത് ചേർത്തന്നേ ഉള്ളൂ. എന്നിട്ട് അടുക്കി പിടിക്കാതെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ സമയത്ത് ചുക്കും ഏലക്കയും കൂടെ പൊടിച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഈ ചുക്കും ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ആ ഒരു പായസത്തിൻ്റെ മണം വരുന്നത്. അങ്ങനെ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കും. 1-ാം പാല് ചേർത്ത് കൊടുക്കുമ്പം തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാവൂ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ച് പോയി കഴിഞ്ഞാൽ ഒരു പിരിഞ്ഞൊരു ഇത് വരും. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു ആവി പോലെ വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ലാസ്റ്റിൽ നെയ്യിൽ വറുത്ത് കോരിയ കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കടലപ്പായസം ഇവിടെ റെഡിയായി.